ഹലോ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ ഇൻ ദ കിച്ചൺ വിത്ത് ബിന്ദു. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഓണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വീക്ക് ഡേ ഒരു അരമുക്കാൽ മണിക്കൂറിനുള്ളിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പാസ്റ്റ മീറ്റ് ബോൾ റെസിപ്പിയാണ്. അപ്പം മീറ്റ് ബോളും ഞാൻ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിയതാണ്. അതുപോലെ നമ്മുടെ വീട്ടിലെ തക്കാളി ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ പാസ്റ്റ സോസും തയ്യാറാക്കുന്നത്. ഇത് വളരെ ഈസിയാണ്. ഒരു അരമുക്കാൽ മണിക്കൂർ കൊണ്ട് ഒരു വ്യത്യസ്തതയുള്ള ഒരു ഡിന്നറായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ എന്നാൽ വീഡിയോയിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ പാസ്ത സോസ് ഉണ്ടാക്കാനാണ് പോകുന്നത്. അതിന് വേണ്ടി ഞാൻ ഒരു 1/2 കിലോ നല്ല പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട്. അതൊരു മീഡിയം സൈസായിട്ട് ഞാനൊന്ന് മുറിക്കാൻ പോവാണ്. അപ്പോൾ ഇതൊരു മീഡിയം സൈസ് തക്കാളിയാണ്. അതിനെ ഇങ്ങനെ 2 അല്ലെങ്കിൽ 4 കഷ്ണം വീതമാക്കിയിട്ടാണ് മുറിക്കുന്നത്. എന്നിട്ട് ഇനി ഇത് ഞാൻ ഫുഡ് പ്രോസസ്സറിലോ നിങ്ങൾ മിക്സിയിലോ ഇട്ടിട്ട് 2 പ്രാവശ്യം ഒന്ന് കറക്കിയാൽ മതി. ആ തക്കാളിയുടെ കുറച്ചൊരു ചങ്കീനെസ് ഉണ്ടാവണം. ഇല്ലെങ്കിൽ നമ്മളിത് അടുപ്പിൽ വെച്ച് വേവിക്കുമ്പോഴത്തേക്കും ഇത് ഭയങ്കരമായിട്ട് അങ്ങ് സോസായിട്ട് അങ്ങ് പോകും. അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു മീഡിയം സൈസ് 1-2 പ്രാവശ്യം കറക്കിയെടുക്കണം. ഇത് ബേസിൽ ലീവ്സ് ആണ്. നമ്മുടെ നാട്ടിലെ വെളുത്ത തുളസി എന്ന് പറയും. കൃഷ്ണ തുളസി അല്ല, അത് ഹോളി ബേസിലാണ്. അപ്പം ഇത് നമ്മുടെ നാട്ടിലെ വെള്ള തുളസിയാണിത്. അതിൻ്റെ ഇലകളാണ് ഇതിൻ്റെ കീ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. അതും ഞാൻ കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഞാനൊന്ന് ഫുഡ് പ്രോസസ്സറിൽ ഇട്ടിട്ട് ഒരു 2 പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്ത് എടുക്കാൻ വേണ്ടി പോവാണ്. ഇനിയിപ്പോൾ ഒരു പാത്രം നമ്മൾ അടുപ്പയിൽ വെച്ചിട്ട് നല്ല ചൂടായി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മളൊരു 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഒലിവ് ഓയിലും ബേസിലുമാണ് ഇതിന് ഇറ്റാലിയൻ ഫ്ലേവർ കൊടുക്കുന്നത്. അത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അഥവാ ബേസിലില്ല അല്ലെങ്കിൽ ഈ വെള്ള തുളസി ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇറ്റാലിയൻ സീസണിങ് ചേർത്താലും മതിയാവും. അപ്പോൾ ഇതിനകത്ത് ഞാൻ 2 ടേബിൾ സ്പൂണോളം നല്ല എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. ഇപ്പം അതിനകത്ത് തരിതരിയായിട്ട് കിടക്കുന്നത് വെളുത്തുള്ളി പൊടിയാണ്. എൻ്റെ കയ്യിൽ വെളുത്തുള്ളി ഉണ്ടായിരുന്നില്ല. സാധാരണ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു 3 അല്ലി നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ടാൽ മതി. അതൊരുവിധം കരിഞ്ഞു പോവാതെ നല്ല മൂത്ത മണം വന്നു കഴിയുമ്പോഴത്തേക്കും ഈ അരച്ചു വെച്ചിരിക്കുന്ന തക്കാളി നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് അതിനകത്തേക്ക്. ഇനിയിപ്പം അതിനകത്തേക്ക് നമുക്ക് സീസണിങ്സ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഈ തക്കാളിക്ക് ഒരുവിധം നല്ല വേവുണ്ട്. അപ്പോൾ ഒരു 10-15-20 മിനിറ്റോളം നന്നായിട്ടൊന്ന് വെന്ത് ചെറിയ തീയിൽ വരണം. അത്രയും നേരം കൊണ്ട് നമുക്ക് മീറ്റ് ബോൾസും ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ചേർക്കുന്നുണ്ട്, അതും 1 ടീസ്പൂൺ. എന്നിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പോരാത്ത ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ചുവന്ന മുളക് പൊടി, ഇത് ക്രഷ് ചെയ്തിട്ട് ചതച്ച മുളക് പൊടിയാണ് ഇതിന് നമ്മൾ ചേർക്കുന്നത്. അതും കൂടി ഇപ്പം ചതച്ച് ഇവിടെ മേടിക്കാൻ കിട്ടും ഇങ്ങനെ തന്നെ. അപ്പം അങ്ങനെയാണ് ഞാനത് ചേർക്കുന്നത്. അതും 1 ടീസ്പൂൺ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരുപാട് എരിവൊന്നും ഇല്ലാത്ത ഒരു റെസിപ്പിയാണിത്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. അതുകൊണ്ട് ഞാനൊരു 1 ടീസ്പൂണാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളൊരു ചെറിയ തീയിൽ ഒരു 20 മിനിറ്റോളം നമ്മളൊന്ന് വേവിക്കണം. തക്കാളി എല്ലാം നന്നായിട്ട് വെന്ത് കഴിയുമ്പം എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വരും. അതിനുശേഷമാണ് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ബേസിൽ ലീവ്സ് മീതെ വിതറി കൊടുക്കുന്നത്. മല്ലിയില പോലെ തന്നെയാണ്, പക്ഷെ മല്ലിയില ഉപയോഗിക്കരുത് കേട്ടോ. മല്ലിയില ഉപയോഗിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വേറൊരു ടേസ്റ്റ് ആയിപ്പോവും. ഇപ്പം 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നല്ലതായിട്ട് വറ്റി നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ ബേസിൽ ലീവ്സ് കൂടി ഇട്ടിട്ട് തീ ഓഫ് ചെയ്യാൻ പോവാണ്. ഇപ്പം നമ്മുടെ ഈസി ആയിട്ടുള്ള പാസ്ത സോസ് ഇവിടെ റെഡിയായി. ഇനി നമ്മൾ മീറ്റ് ബോൾസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 1/2 കിലോ ബീഫ് അരച്ചതാണ് എടുത്തിരിക്കുന്നത്. കിമ ഉപയോഗിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ പച്ച ഇറച്ചി വാങ്ങിച്ചിട്ട് അരച്ചെടുത്താലും മതി. പക്ഷെ പുഴുങ്ങിയതാവരുതെന്ന് മാത്രം കേട്ടോ. ഇതിനകത്ത് ഉപ്പുപൊടി ചേർക്കാം ആവശ്യത്തിന്. പിന്നെ ഇത് ജീരകപ്പൊടിയാണ്, അതും 1 ടീസ്പൂണാണ് ഞാൻ ചേർക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ വെളുത്തുള്ളി ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ വെളുത്തുള്ളിപ്പൊടിയാണ് 1 ടീസ്പൂൺ അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്.
നിങ്ങൾ വെളുത്തുള്ളി ആണ് ഉപയോഗിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 3 മുതൽ 4 അല്ലി വരെ ഇവിടെ ഉപയോഗിക്കാം. ഇത് ജീരകപ്പൊടിയാണ്. അപ്പോൾ ഉപ്പ്, ജീരകം, വെളുത്തുള്ളി, ഇത് കുരുമുളക് പൊടിയാണ്. അതും 1 ടീസ്പൂൺ ആണ് കേട്ടോ ഞാൻ ചേർത്തത് കുരുമുളക് പൊടി. പിന്നെ ചുവന്ന മുളക് പൊടിയും 1 വലിയ ടീസ്പൂൺ ഞാൻ ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് കാശ്മീരി മുളക് പൊടിയാണ്, അപ്പം അതുകൊണ്ട് അധികം എരിവില്ലാത്തതാണ്. അല്ല ചതച്ച മുളകാണ് ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാം, എരിവിനനുസരിച്ച് ചേർക്കാം. ഇത് ഇറ്റാലിയൻ സീസണിംഗ് ആണ്. ഇത് ഓപ്ഷണൽ ആണ്. ഇത് വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നമുക്ക് ആ ഉള്ള വെള്ളത്തുളസി അല്ലെങ്കിൽ ബേസിൽ എന്ന് പറയുന്ന അത് ചേർത്താലും മതിയാവും. ഇനി ഇത് നമ്മൾ നന്നായിട്ട് കൈയെല്ലാം കഴുകിയതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ചെറിയ ചെറിയ ബോൾസ് ആയിട്ടാണ് ഇതിനി നമ്മൾ പിടിക്കാൻ വേണ്ടി പോകുന്നത്. ഇനി ഈ ബോൾസ് നന്നായിട്ട് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 1 മുട്ടയും 1/4 കപ്പ് ബ്രെഡ് ക്രംസും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇറച്ചി നമ്മൾ റോൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ ബോൾസ് നന്നായിട്ട് ഹോൾഡപ്പ് ചെയ്യൂല. അപ്പം അതുകൊണ്ട് 1 മുട്ടയും 1/4 കപ്പ് ബ്രെഡ് ക്രംസും ഇതിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഉരുളകളായിട്ട് പിടിക്കാം. അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് കാസ്റ്റ് അയൺ പാനാണ്. ഇത് നമുക്ക് ഓവനിൽ വെക്കാനുള്ള സൗകര്യത്തിന് ഞാൻ അങ്ങനെ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് അടുപ്പിൽ വെച്ചും തയ്യാറാക്കിയെടുക്കാം. അപ്പം അതിൻ്റെ അടിയിൽ ഞാൻ കുറച്ചൊരു ഒലിവ് ഓയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് ഞാൻ ഈ മീറ്റ് ബോൾസ് അതിൻ്റെ മേലേക്ക് വെക്കുന്നത്. അപ്പം നമുക്ക് ഓവൻ ഇല്ല അല്ലെങ്കിൽ ഓവൻ ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ തന്നെ അടുപ്പിൽ വെച്ചിട്ട് അടച്ചു വെച്ച് മറിച്ചും തിരിച്ചു വിട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുത്താൽ മതിയാവും. അപ്പം നമ്മുടെ മീറ്റ് ബോൾസ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഇന്ന് ഓവനിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാനിത് 350 ഡിഗ്രിയിൽ 35 മുതൽ 40 മിനിറ്റ് വരെ ബേക്ക് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ സെൽഷ്യസ് ആണെന്നുണ്ടെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ 35 to 40 മിനിറ്റ്സ് ആണ് ഇത് ഞാൻ ബേക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മളിത് അടുപ്പിൽ വെച്ച് തയ്യാറാക്കി എടുക്കുമ്പോൾ ചെറിയ ഒരു മീഡിയം തീയിൽ വേണം ഇത് വെക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇത് തിരിച്ചും മറിച്ചും ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം, ഒന്ന് റോൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ എല്ലാ വശവും നന്നായിട്ട് കുക്കായി ഇന്റേണലി നന്നായിട്ട് കുക്കായിട്ട് കിട്ടും. അപ്പോൾ ഇത് നമ്മൾ കുക്ക് ചെയ്ത് എടുത്ത് ഞാൻ ഓവനിൽ വെക്കുന്നതിൽ കാണിച്ചിട്ടില്ല, പക്ഷെ ഓവനിൽ വെച്ച് ബേക്ക് ചെയ്തതിന് ശേഷം അത് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പം തയ്യാറാക്കി എടുക്കുമ്പോൾ തന്നെ എല്ലാ വശവും നന്നായിട്ട് മൊരിഞ്ഞ് നല്ല കറക്റ്റായിട്ട് വരും നമ്മൾ ഓവനിൽ നിന്ന് പുറത്തെടുത്ത് കഴിയുമ്പോഴത്തേക്കും. അപ്പോൾ ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ ഞാനിതൊന്ന് തിരിച്ചു വെച്ച് കൊടുത്തായിരുന്നു. എന്നിട്ട് ഇനി തയ്യാറാക്കിയെടുത്ത ഈ മീറ്റ് ബോൾസിനകത്തേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പാസ്ത സോസ് ഉണ്ടല്ലോ തക്കാളിയുടെ, അത് നമ്മൾ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഈ പാസ്ത സോസ് നന്നായിട്ട് വെന്തതാണ്, അതുപോലെ മീറ്റ് നന്നായിട്ട് വെന്താണ്. ഇനി ഇതിനകത്ത് നമ്മൾ മീതയിൽ ആവശ്യത്തിനുള്ള ചീസ്, ഞാനിവിടെ ചെഡർ ചീസാണ് യൂസ് ചെയ്യുന്നത്, അത് വെതറി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചീസ് വെതറിയതിന് ശേഷം അതൊന്ന് മെൽറ്റ് ചെയ്യണം. ഒരു 5 മിനിറ്റ് നേരത്തെ ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ പാസ്ത നമുക്ക് വേവിച്ചെടുത്ത് ഇത് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഒരു 1/2 മുതൽ 3/4 മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. വളരെ ഈസിയാണ്. പിന്നെ ഒരു ഇച്ചിരി പ്ലാനിങ് വേണമെന്ന് മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ തന്നെ മീറ്റൊക്കെ മേടിച്ച് വെക്കുകയും അല്ലെങ്കിൽ അത് ഫ്രീസറിൽ നിന്ന് വെളിയിലെടുത്ത് വെക്കുക അങ്ങനെ ചെയ്യണം എന്നൊരു പ്ലാനിങ്ങിൻ്റെ എഫക്റ്റ് മാത്രമേ ഉള്ളൂ. പക്ഷെ അല്ലെങ്കിൽ ഭയങ്കര ഈസിയാണ് ഈ റെസിപ്പി ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. മാത്രമല്ല കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. കാരണം അധികം എരിവൊന്നുമില്ല. അതുപോലെ ഒരു വെറൈറ്റി, നമ്മളെന്നും സാധാരണ ചപ്പാത്തിയൊക്കെയാണല്ലോ കഴിക്കാറ്, അപ്പോൾ അതിൽ നിന്നൊരു വ്യത്യാസമായിട്ട്. അപ്പോൾ ഓവനിൽ വെച്ച് ചീസെല്ലാം മെൽറ്റ് ആയതിനു ശേഷം ഞാനൊരു ബേസിൽ ലീവ്സ് വെച്ചിട്ട് ഇത് ചെയ്തെടുത്തിട്ടുണ്ട്, ഒന്ന് ഗാർണിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ മീറ്റ് ബോൾസും പാസ്ത സോസും ഇവിടെ റെഡിയായി. ഇനിയിപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പാസ്റ്റയാണോ അത് കുക്ക് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഒപ്പം നമുക്ക് സെർവ് ചെയ്യാം. അപ്പം ഞാനിവിടെ സെർവ് ചെയ്യുന്നത് സ്പെഗറ്റിയോടൊപ്പമാണ്. അതാണ് പൊതുവേ എൻ്റെ മോനൊക്കെ മീറ്റ് ബോൾസിൻ്റെ ഒപ്പം ഇഷ്ടം. സ്പെഗറ്റി ആൻഡ് മീറ്റ് ബോൾസ് ആണ് ഒരു അമേരിക്കൻ ട്രഡീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ സ്പെഗറ്റിയുടെ ഒപ്പമാണ് ഇത് സെർവ് ചെയ്യുന്നത്.
നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഈസി ആയിട്ടുള്ള റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആകുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി ഇതുപോലൊരു നല്ല വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും ബൈ.